ഹായ് ഓൾ, എല്ലാവർക്കും താജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റൈസാണിത്. ഇപ്പം നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും ഒരു ബിരിയാണി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. ഇപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും കുസ്ക റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനാണെങ്കിൽ പ്ലെയിൻ ബിരിയാണി എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. കുക്കർ എടുത്ത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ അങ്ങ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ലാസ്റ്റ് ചേർക്കുന്നത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂക്കൊന്നും വേണ്ട, ഒന്നങ്ങ് വാടി വരുന്നത് വരെ. ശേഷം നമുക്കിതിലേക്ക് ഇനിയും വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം, ബീൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അധികമായി പോവരുത്. അധികമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് ഒരു പുളിരസം അധികമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെറിയൊരു തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. രണ്ടും കൂടെ ചതച്ചത് ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കീറിയൊന്നും ഇടുന്നില്ല, അതുപോലെ തന്നെ ഇടുവാണ്. കാര്യം ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ മാത്രം മതി, എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ഒത്തിരിയൊന്നും ചേർക്കാനില്ല. ഞാനൊരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ചോറിനൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം, അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പം 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ വയ്ക്കുന്ന പോലെ അരിയുടെ ഇരട്ടി വെള്ളം, അരി ഏത് പാത്രത്തിലാണോ അളന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചോറിന് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പിടുമ്പം ഉപ്പും ഒരല്പം മുന്നിലേക്ക് നിൽക്കുന്നത് പോലെ വേണം, എങ്കിലേ ചോറെല്ലാം വെന്ത് കഴിയുമ്പം ചോറിൽ പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. അത് വെച്ച് ഒത്തിരി അങ്ങ് കൂടിപ്പോവരുത്. അപ്പം ഇത്രയും ആയി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ നേരത്തെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ഗ്ലാസ് അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില മാത്രം മതി കേട്ടോ, പുതിനയില വേണ്ട. ഇത്രയെല്ലാം ചേർത്ത് ഇനി ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഒരല്പം നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഒരു വിസിൽ വന്നാൽ മതിയാവും. ഒരു വിസിൽ വന്ന് എയറെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ പാകത്തിന് വേവായിട്ടുണ്ടാവും. അപ്പം ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. അപ്പം ഞാനിത് അടച്ച് വയ്ക്കുവാണ്. അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ വന്ന് എയറെല്ലാം പോയി കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വിസിലെല്ലാം വന്ന് കുറച്ച് സമയം ആയിട്ടുണ്ട്. എയറെല്ലാം പോയി. കണ്ടില്ലേ, തുറന്ന് നോക്കുമ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, ചോറൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റൈസാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ റൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ വെച്ചിട്ടാണ്, ചിക്കൻ ഫ്രൈ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റോ പിന്നെ ചിക്കൻ റോസ്റ്റോ ചിക്കൻ വരട്ടിയതോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള ചിക്കൻ ഫ്രൈയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്